ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സൈറ്റോപ്ലാസം ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂക്ലിയസിനെ കുറിച്ച് പഠിച്ചു. ന്യൂക്ലിയസിൻ്റെ ഇന്നർ കണ്ടൻസ്, DNA, ക്രോമസോം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈറ്റോപ്ലാസത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം സെല്ലിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചപ്പം സെല്ലിനകത്തുള്ള, ഇപ്പം ഇമാജിൻ ചെയ്യുക ഇത് സെല്ലാണെന്ന്. അങ്ങനെയാണെങ്കിൽ സെല്ലിൻ്റെ സെൻട്രലി ലൊക്കേറ്റഡ് ന്യൂക്ലിയസ്. ഇതിപ്പം പ്ലാന്റ് സെല്ലാണെങ്കിൽ ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഒരു സെൽ മെംബ്രെയിൻ, സെൽ വാൾ കാണാം. ഇത് ആനിമൽ സെല്ലാണെങ്കിൽ അതിൻ്റെ ഔട്ടർമോസ്റ്റ് മെംബ്രെയിൻ സെൽ മെംബ്രെയിൻ തന്നെയാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി ഇതിനകത്ത് കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ്, സെല്ലിനകത്തുള്ള ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. അപ്പം നമുക്ക് സൈറ്റോപ്ലാസം എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Cytoplasm is the fluid content which is present inside the plasma membrane. എന്താണ് പ്ലാസ്മ മെംബ്രെയിൻ? The outermost boundary of a cell is called plasma membrane. ഇല്ലേ, നമ്മൾ കണ്ടു പ്ലാസ്മ മെംബ്രെയിൻ ഈസ് കോൾഡ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. കാരണം ഇത് എല്ലാ സബ്സ്റ്റൻസിൻ്റെയും ഇൻ ആൻഡ് ഔട്ട് മൂവ്മെൻറ്റ് വളരെ പ്രിവെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് അത് വേണ്ട കാര്യങ്ങളെ മാത്രം സെല്ലിനകത്തേക്കും പുറത്തേക്കും ഇൻ ആൻഡ് ഔട്ട് മൂവ്മെൻറ്റ്. It permits some of the materials to move in and some materials to move out of the cell. So because of that, cell membrane has got its permeability, semi permeability. അതുകൊണ്ടാണ് സെൽ മെംബ്രെയിനെ നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഈ സെല്ലിനകത്ത് കാണപ്പെടുന്ന ഈ ലിക്വിഡിനെ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ തിക്ക് ഫ്ലൂയിഡ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സെൽ ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. അതാണ് സൈറ്റോപ്ലാസത്തിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ. നൗ ഇൻസൈഡ് ദിസ് സെൽ, നമ്മൾ ഇനി സെല്ലിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെല്ല് തന്നെ ഞാൻ ഒന്നും കൂടി വരയ്ക്കാൻ പോവുകയാണ്. ഈ സെല്ലിനകത്ത് നമ്മളപ്പം കണ്ടു സൈറ്റോപ്ലാസം ഉണ്ട്. പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെൽ ഓർഗനല്ലേ കോൾഡ് ന്യൂക്ലിയസ് ഈസ് പ്രസൻറ്റ്. ഇനി ഈ സൈറ്റോപ്ലാസത്തിലാണ് എല്ലാ സെൽ ഓർഗനല്ലേസും എംബഡഡ് ആയിരിക്കുന്നത്. എന്താണ് സെൽ ഓർഗനല്ലേസ്? നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ, ഡിഫറെൻറ്റ് സെൽ ഓർഗനല്ലേസ് ആർ ദെയർ. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെ മൈറ്റോകോൺട്രിയ, ലൈസോസോംസ്, ഗോൾജി അപ്പാരറ്റസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് സെൽ ഓർഗനല്ലേസ് ഓരോരു സ്പെസിഫിക് ഫങ്ഷനോടുകൂടി സൈറ്റോപ്ലാസത്തിലാണ് എംബഡഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് സൈറ്റോപ്ലാസത്തിലാണ് ഈ ഡിഫറെൻറ്റ് സെൽ ഓർഗനല്ലേസ് എംബഡഡ് ആയിരിക്കുന്നത്. ഇനി എന്താണ് ഈ സെൽ ഓർഗനല്ലേസിൻ്റെ, ഓരോരു സെൽ ഓർഗനല്ലേസിൻ്റെയും ഡെഫിനിറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഫങ്ഷൻ എന്താണെന്നുള്ളത് നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ ഓരോരു സെൽ ഓർഗനല്ലേസ് ആയിട്ട് പഠിക്കാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി നമുക്ക് ഈ സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോകാരിയോട്ടിക് സെല്ലിലും യൂകാരിയോട്ടിക് സെല്ലിലും ഇതെന്ത് ഡിഫറൻസ് ആണ്, അതായത് ഈ സെൽ ഓർഗനല്ലേസിൻ്റെ പ്രസൻസും ആബ്സെൻസും, അതുപോലെ ന്യൂക്ലിയസിൻ്റെ എന്താണ് സ്ട്രക്ചർ ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്ടിക് സെൽ ആൻഡ് യൂകാരിയോട്ടിക് സെൽ എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പ്രോകാരിയോട്ടിക്സ്, നമ്മൾ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പം നമ്മളതിൽ കണ്ടു പ്രോകാരിയോട്ടിക് സെല്ലിൽ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ല, യൂകാരിയോട്ടിക് സെല്ലിൽ ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഉണ്ട്. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്കിനി ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം, പ്രോകാരിയോട്ടിക് സെൽ ആൻഡ് യൂകാരിയോട്ടിക് സെൽ. ഇനി വാട്ട് ഈസ് മെന്റ് ബൈ പ്രോകാരിയോട്ടിക്? അതായത് ഈ പ്രോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പ്രൈമർലി ഫോംഡ്, നമുക്ക് പറയാം പ്രിമിറ്റീവ് വൺസ്. പ്രോ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് വൺസ് അല്ലെങ്കിൽ പ്രൈമർലി ഫോംഡ് വൺസിനെയാണ് പ്രോകാരിയോട്ടിക്. അതായത് കാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. അപ്പം പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ബിയറിംഗ് ഓർഗാനിസംസ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് പൊസസിങ് ഓർഗാനിസംസ് ആർ നെയിംഡ് ആസ് പ്രോകാരിയോട്ടിക്. ഇനി യൂകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ, കാരിയോട്ടിക്കിൻ്റെ മീനിങ് നമുക്കറിയാം, അത് ന്യൂക്ലിയസ് ആണ് അല്ലേ. കാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. ഇനി യു, ദ മീനിങ് ഓഫ് EU മീനിങ് ഹിയർ ഈസ് ട്രൂ. സോ ഹിയർ those organisms which possess a true nucleus or a well-defined nucleus are termed as eukaryotic.
and those organisms which are grouped under the primitive organism or the primarily formed organism are included as prokaryotic ones. ഇനി prokaryotic onesൻ്റെയും eukaryotic onesൻ്റെയും എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. prokaryotic organismത്തിൻ്റെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് size of prokaryotic cell. Size of prokaryotic cells vary from 1 to 10 micrometer. ഇതാണ് prokaryotic സെല്ലിൻ്റെ സൈസ് 1 to 10 micrometer. Whereas eukaryotic സെല്ലിൻ്റെ സൈസ് 5 to 100 micrometer. അപ്പോൾ ഇവിടെ തന്നെ സൈസ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം prokaryotic cells are very small in size 1 to 10 micrometer, whereas eukaryotic cells the size varies from 5 to 100 micrometer. അപ്പം prokaryotic cells are very smaller in size. That is the first point. Now in second point നമുക്ക് കാണാം ഇനി ന്യൂക്ലിയർ റീജിയൻ. അതായത് ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു prokaryotic സെൽസിൻ്റെ ന്യൂക്ലിയസിനെ നമ്മൾ വിളിക്കുന്നത് ന്യൂക്ലിയോയിഡ് എന്നാണെന്ന്. വാട്ട് ഈസ് മെൻ ബൈ ന്യൂക്ലിയോയിഡ്? അതായത് ഒരു സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് നോട്ട് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, അതായത് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇപ്പം ന്യൂക്ലിയസ് ആണെങ്കിൽ അതിനൊരു ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട് അല്ലേ, നമ്മളത് കണ്ടായിരുന്നു ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ. ഈ പ്രോകാരിയോട്ടിക് സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിന് ഒരു സ്പെസിഫിക് ന്യൂക്ലിയർ മെംബ്രെയിനോ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ എൻവലപ്പോ പ്രസൻ്റ് അല്ല. അതുകൊണ്ടാണ് അതിനെ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. അപ്പം പ്രോകാരിയോട്ടിക് സെല്ലിലെ ന്യൂക്ലിയസ് നോട്ട് വെൽ ഡിഫൈൻഡ്. സോ നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഈസ് പ്രസൻറ്റ് ഇൻ പ്രോകാരിയോട്ടിക് സെൽ. അതുകൊണ്ട് അതിൻ്റെ ന്യൂക്ലിയസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. യൂകാരിയോട്ടിക് സെല്ലിലോ യൂകാരിയോട്ടിക് സെൽ പോസസ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, അതായത് ഒരു വെൽ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂക്ലിയർ എൻവലപ്പ് പ്രസൻ്റ് ആയിട്ടുള്ള നല്ല ഒരു ന്യൂക്ലിയസ് ആണ് യൂകാരിയോട്ടിക് സെല്ലിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം പ്രസൻസ് ഓഫ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഈസ് പ്രസൻറ്റ് ഇൻ യൂകാരിയോട്ടിക് സെൽ. ഇനി അടുത്തത് ക്രോമസോം നമ്പർ. ഇനി അടുത്ത പ്രോകാരിയോട്ടിക് സെല്ലിൽ ഓൺലി എ സിംഗിൾ ക്രോമസോം, പ്രസൻസ് ഓഫ് എ സിംഗിൾ ക്രോമസോം. വേറാസ് യൂകാരിയോട്ടിക് സെല്ലിലാണെങ്കിൽ മോർ ദാൻ 1 ക്രോമസോം. ഈ ക്രോമസോംസ് എവിടെയാണ് പ്രസൻ്റ് ആയിരിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ന്യൂക്ലിയസിനകത്താണ് ക്രോമസോംസ് ആർ പ്രസൻറ്റ്. ത്രെഡ് സ്ട്രക്ചർ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് അല്ലേ. ക്രോമാറ്റിൻ മെറ്റീരിയൽസിൻ്റെ പ്രസൻസോടുകൂടി ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സാണ് ക്രോമസോംസ്. അപ്പം പ്രോകാരിയോട്ടിക് സെല്ലിൽ സിംഗിൾ ക്രോമസോം, പക്ഷേ യൂകാരിയോട്ടിക് സെല്ലിലോ മോർ ദാൻ 1 chromosome. This is regarding chromosome number in eukaryotic cell. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? റിഗാർഡിങ് സെൽ ഓർഗനലൈസ്. അപ്പം നമ്മൾ കണ്ടു ഡിഫറെൻറ്റ് സെൽ ഓർഗനലൈസ് ആർ പ്രസൻറ്റ് ഇൻസൈഡ് ദ സെൽ അല്ലേ. അപ്പം ഈ പ്രോകാരിയോട്ടിക് സെല്ലിനകത്തുള്ള സെൽ ഓർഗനലൈസ് ആർ നോട്ട് മെംബ്രെയിൻ ബൗണ്ട്. അതായത് നോർമലി സെൽ ഓർഗനലൈസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു സ്പെസിഫിക് ഔട്ടർ കവറിങ് ഉണ്ട്. പക്ഷേ പ്രോകാരിയോട്ടിക് സെല്ലിനകത്തുള്ള സെൽ ഓർഗനലൈസ് ആർ ആബ്സെന്റ്. ആക്ച്വലി മോർ സെൽ ഓർഗനലൈസ് ആർ നോട്ട് പ്രസന്റ്. സോ ഹിയർ വി ക്യാൻ സേ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനലൈസ് ആർ ആബ്സെന്റ്. മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനലൈസ് ആർ ആബ്സെന്റ് in prokaryotic cell, whereas all these membrane bound cell organelles are present in eukaryotic cell. So these are the major difference between prokaryotic cell and eukaryotic cell. So let us have a look at all the points here. നോക്കിക്കോളൂ. ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാമല്ലോ. പ്രോകാരിയോട്ടിക് സെൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രിമിറ്റീവ് വൺസ്. കാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ മീനിങ് ന്യൂക്ലിയസ്. ഇപ്പോൾ പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് possessing organisms are called prokaryotes, whereas eukaryotes possess a very well defined true nucleus.
In size, prokaryotes 1 to 10 micrometer, whereas in eukaryotes it is 5 to 100 micrometer. Nuclear region is not well defined, അതുകൊണ്ട് നമ്മൾ അതിനെ ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കും. ഇവിടെ എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഈസ് പ്രസൻറ്റ്. ഇനി പ്രസൻസ് ഓഫ് ക്രോമസോം ആണെങ്കിൽ എ സിംഗിൾ ക്രോമസോം ആണ് പ്രോകാരിയോട്ടിക് സെല്ലിൽ, വേറാസ് മോർ ദാൻ വൺ ക്രോമസോം ഈസ് പ്രസൻറ്റ് ഇൻ യൂകാരിയോട്ടിക് സെൽ. ഇനി മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനലൈസ് ആർ ആബ്സെൻറ്റ് ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്ടിക് സെൽ, വേറാസ് ഓൾ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനലൈസ് ആർ പ്രസൻറ്റ് ഇൻ യൂകാരിയോട്ടിക് സെൽ. സോ ഇതാണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രോകാരിയോട്ടിക് സെൽ ആൻഡ് യൂകാരിയോട്ടിക് സെൽ. ഇനി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഓരോ സെൽ ഓർഗനലൈസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.